അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അമ്മാ ബഅദ് ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. പ്രിയമുള്ള സഹോദരങ്ങളും നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം അയ്യദഹുല്ലാഹു തആല ബിനസ്രിൽ അസീസ് മാനവ സമക്ഷം സമർപ്പിക്കുന്ന വിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങൾ ഈ പരിശുദ്ധമായ റമദാൻ 17-ാം ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ നമ്മളത് നോക്കിക്കാണുവാനും മനസ്സിലാക്കുവാനും ശ്രമിക്കുകയാണ്. സൂറ ബഖറയിലെ 89-ാമത്തെ വചനത്തിൽ അവർ പറയുന്നത് അവരുടെ ഹൃദയങ്ങൾ കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ്, മൂടിപ്പൊതിഞ്ഞ് കെട്ടിവെച്ചിരിക്കുകയാണ് എന്ന് ഒരു സ്റ്റേറ്റ്മെൻ്റ് അവരങ്ങ് പറയും. അതുമൂലം അവരുടെ ആ നടപടി സ്വഭാവം രീതി ഒരു പിന്തിരിയുന്ന സ്വഭാവ രീതിയുണ്ട്. അതുമൂലം അള്ളാഹുവിൻ്റെ ശാപം അവരുടെ മേൽ ഉണ്ടാകുന്നു. അത് അവരുടെ ആ സ്വഭാവത്തിൻ്റെ പരിണിത ഫലമായിട്ടാണ്. വളരെ കുറച്ച് കാര്യങ്ങളിലേ അവർ വിശ്വസിക്കുന്നുള്ളൂ, ബാക്കിയൊക്കെ അവർക്ക് തോന്നുന്നത് പോലെ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണെന്നാണ് ആ വചനത്തിൽ പദാർത്ഥങ്ങളിലൂടെ നമുക്ക് മനസ്സിലായത്. അതിൻ്റെ വിശദീകരണത്തിൻ്റെ അവസാന ഭാഗത്ത് ഹസ്രത്ത് ഖലീഫത്തുള്ള പറയുന്നു, ഹൗ മെനി പീപ്പിൾ അറ്റ് ആൾ ടൈംസ് ആൻഡ് among all nations close their hearts upon the truth from God. അള്ളാഹുവിൽ നിന്ന് വരുന്ന സത്യത്തിൻ്റെ നേരെ എത്ര രാജ്യങ്ങളാണ്, അല്ലെങ്കിൽ എത്ര ജനതയാണ്, എത്ര ആളുകളാണ്, എത്ര സമയങ്ങളിലാണ് അവർ അവരുടെ ഹൃദയങ്ങളെ ക്ലോസ് ചെയ്തു വെച്ചത്, അടച്ചു വെച്ചത്. അള്ളാഹുവിൽ നിന്ന് വരുന്ന സത്യത്തെ സ്വീകരിക്കാതെ എത്ര ജനങ്ങൾ, ഹൗ മെനി പീപ്പിൾ അറ്റ് ആൾ ടൈംസ്, എല്ലാ കാലത്തും, ആൻഡ് എമംഗ് ആൾ നേഷൻസ്, എല്ലാ ജനവിഭാഗങ്ങളിൽപ്പെട്ടവരും, ക്ലോസ് ദെയർ ഹാർട്ട്സ്, അവരുടെ ഹൃദയങ്ങളെ അടച്ചു വയ്ക്കുകയാണ്. അപ്പോൺ ദ ട്രൂത്ത് ഫ്രം ഗോഡ്, അള്ളാഹുവിൽ നിന്ന് വരുന്ന സത്യത്തിന് നേരെ. And what little they get from the high priests and intelligent ones. ഇനി ഈ മതപുരോഹിതന്മാരുണ്ട്, അവരിൽ നിന്നും അവരെ നോക്കിയിട്ട് അവർ വിചാരിക്കുന്നത് ഈ മതപുരോഹിതന്മാർ വളരെ അറിവുള്ളവരും അവർ വളരെ സാത്വികരും, അവരാണ് എല്ലാത്തിൻ്റെയും ഉറവിടമെന്നാണ്. അത് അവരിൽ നിന്നും ആൻഡ് ഇൻ്റലിജൻ്റ് വൺസ്, പിന്നെ ബൗദ്ധികമായി ഉയർന്ന ആളുകൾ എന്ന് കരുതുന്ന ആളുകൾ. അപ്പം മതപുരോഹിതന്മാരിൽ നിന്നും ബൗദ്ധികമായി ഉയർന്ന ആളുകളാണ് എന്ന് കരുതുന്നവരിൽ നിന്നും എമംഗ് ദംസെൽസ്, അവരിൽ തന്നെയുള്ള ഇത്തരം ആളുകളുണ്ട്. അവരെ ദേ തിങ്ക് ഇറ്റ്സ് ആസ് ബീയിങ് ദ ഓൾ ട്രൂത്ത് കമ്മിങ് ഫ്രം അല്ലാഹ്. ഇവരിലൂടെ വരുന്ന അറിവ് അള്ളാഹുവിൽ നിന്ന് വരുന്ന എല്ലാ അറിവും അതാണ് എന്നാണ് അവർ ധരിക്കുന്നത്.
അപ്പോൾ ശാസ്ത്രജ്ഞന്മാരിലൂടെയോ അല്ലെങ്കിൽ മറ്റ് വളരെ സമുന്നതമായ വിദ്യാഭ്യാസ യോഗ്യത നേടി അറിവ് സമ്പാദിച്ചവരിൽ നിന്നോ, അതല്ലെങ്കിൽ സമൂഹത്തിൽ മതത്തിൻ്റെ പേരിൽ വാദോരാതെ സംസാരിക്കാൻ കഴിയുന്ന ആളുകളോ, ഇവരിലൂടെ ആണ് അള്ളാഹുവിൽ നിന്ന് വരുന്ന എല്ലാ സത്യവും ഇവരിലൂടെയാണ് വരുന്നതെന്ന് അവർ വിചാരിക്കുന്നു. ദേ തിങ്ക് ഇറ്റ് ആസ് ബീയിങ് ദ വോൾ ട്രൂത്ത് കമ്മിങ് ഫ്രം അള്ളാഹ്. ഈ ആളുകളിൽ നിന്ന്, ഈ ശാസ്ത്രജ്ഞന്മാരിൽ നിന്നും ഈ പുരോഹിതന്മാരിൽ നിന്നും കിട്ടുന്നത് എന്താണോ അതാണ് അറിവ് എന്ന് അവർ ധരിക്കുന്നു. സച്ച് ആൻ ആറ്റിറ്റ്യൂഡ് ഷോസ്, ഇത്തരത്തിലുള്ള സമീപനങ്ങൾ കാണിക്കുന്നത് വാണ്ട് ഓഫ് ഫെയ്ത്ത്, വിശ്വാസം ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതല്ല യഥാർത്ഥമായിട്ടുള്ള അറിവ് എന്നത് അവർക്ക് വിശ്വാസത്തിലൂടെ നേടിയെടുക്കേണ്ടതായിട്ടുണ്ട്. ആൻഡ് ഐ ബ്ലാസ്ഫെമിയസ് ലിമിറ്റേഷൻ ഓഫ് അള്ളാഹ്സ് അൺലിമിറ്റഡ് സ്പിരിച്വൽ ഗിഫ്റ്റ്സ് ടു ഹിസ് ക്രീച്ചേഴ്സ്. അള്ളാഹുവിൻ്റെ ഒരിക്കലും അവസാനിക്കാത്ത, പരിധിയില്ലാത്ത അൺലിമിറ്റഡ് സ്പിരിച്വൽ ഗിഫ്റ്റ്സ്, ആത്മീയ ദാനങ്ങൾ, ആത്മീയ വരദാനങ്ങൾ, അള്ളാഹുവിൻ്റെ ഒരിക്കലും അവസാനിക്കാത്ത, പരിധിയില്ലാത്ത ആത്മീയ ദാനങ്ങൾ ടു ഹിസ് ക്രീച്ചേഴ്സ്, അവൻ്റെ സൃഷ്ടികൾക്ക് വേണ്ടി കൊടുക്കുന്ന അവൻ്റെ ആ കഴിവിനെ അവർ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ആൻഡ് ഇറ്റ്സ് എ ബ്ലാസ്ഫെമിയസ് ലിമിറ്റേഷൻ. ദൈവത്തിന് ഒരു പരിധി നിശ്ചയിക്കുക അവർ. കാരണം കിട്ടാനുള്ളതെല്ലാം ഈ പുരോഹിതന്മാരിലൂടെയും ഈ അറിവുള്ളവരിലൂടെയും കിട്ടിയിരിക്കുന്നു. ഈ പുരോഹിതന്മാരിലൂടെയും അറിവുണ്ടെന്ന് കരുതുകയും ചെയ്യുന്നവർക്ക് യഥാർത്ഥത്തിൽ അറിവില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അറിവ് നേടിയവർ പറയുന്നത് എനിക്കൊന്നും അറിയില്ല എന്നാണ്. അറിയാനുള്ളത് എന്താണ് എന്ന് അവരുടെ മുമ്പിൽ നിൽക്കുന്നത് കാണുമ്പോൾ അവർ അറിഞ്ഞതൊന്നും അറിവല്ല, അതിനപ്പുറത്താണ് യഥാർത്ഥ അറിവ് എന്ന് അവർക്ക് മനസ്സിലാവും. നമ്മൾ നേടിയതൊന്നും അല്ല നേട്ടം, അതിനപ്പുറത്താണ് നേട്ടം. ഇങ്ങനെ പരിധി നിശ്ചയിക്കാൻ കഴിയാത്ത നിലയിലുള്ള വരദാനങ്ങളുടെ, ആത്മീയ വരദാനങ്ങളുടെ ഒരു മഹത്തായ ഉറവിടത്തെ സംബന്ധിച്ച് നമ്മൾ വെറും ചത്തുപോകുന്ന മനുഷ്യർ എന്ന് പറയാം. മനുഷ്യർക്ക് എന്തൊക്കെയോ അറിവും കാര്യങ്ങളുമൊക്കെ ഉണ്ട് എന്ന് ധരിച്ച് നമ്മൾ അവരുടെ പുറകെ ചൂഴ്ന്നു കൂടിയാൽ അവർ ചൂഷണം ചെയ്ത് നമ്മളെ വഴികേടിലാക്കുമെന്നല്ലാതെ ഒരു പ്രയോജനവും ഇല്ല. അപ്പോൾ അല്ലാഹു തആല അവൻ്റെ സൃഷ്ടികൾക്ക് വേണ്ടി അനുപമമായ, അതിരുകളില്ലാത്ത വരദാനങ്ങൾ അവൻ സൂക്ഷിച്ചു വയ്ക്കുകയും കാലാകാലങ്ങളിൽ അവൻ്റെ പ്രസ്തുത വരദാനങ്ങൾ അവൻ നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇത് ഈ പുരോഹിതന്മാർക്കും പണ്ഡിതന്മാർക്കുമാണ് ഇതെല്ലാം അറിയാവുന്നത് എന്ന് കരുതുകയാണെങ്കിൽ അത് ദൈവദൂഷണമാണ് എന്നാണ്, ബ്ലാസ്ഫെമിയസ് ലിമിറ്റേഷനാണ്. ദൈവദൂഷണം നടത്തി അതിനൊരു പരിധി നിശ്ചയിക്കുന്നത് അത് ദൈവത്തിനെ നിന്ദിക്കലാണ് എന്ന കാര്യം നമ്മൾ അറിയണം എന്ന് ഹസ്രത്ത് ഖലീഫത്തുള്ള വിശദീകരിക്കും. ദ ഫാക്ട് ദാറ്റ് ഹീ ഗേവ് ദം പ്രോഫറ്റ്സ്, വസ്തുത എന്താണ്? ഹീ ഗേവ് ദം പ്രോഫറ്റ്സ്, അല്ലാഹു തആല അവൻ പ്രവാചകന്മാരെ നൽകുന്നു. കമ്മിങ് വൺ ആഫ്റ്റർ ദ അതർ, അവരോ ഒന്നിനു പിറകെ ഒന്നായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഒരാൾ മരിച്ചു ഉടനെ വന്നു അങ്ങനെ അല്ല, അതിന് ചിലപ്പോൾ ഒരു അല്പം പീരീഡ് വ്യത്യാസമുണ്ട്. കാരണം അവരുടെ സ്വാധീനം ആ കാലത്ത് അത്രത്തോളം നിലനിൽക്കും. അതുകൊണ്ട് അടുത്ത ആളിനെ എപ്പോഴാണ് വേണ്ടതെന്ന് അല്ലാഹു തആല നിശ്ചയിക്കും. അപ്പോൾ കമ്മിങ് വൺ ആഫ്റ്റർ ദ അതർ, മറ്റേ യൂതന്മാരുടെ കാലഘട്ടങ്ങളിൽ വൺ ആഫ്റ്റർ ദ അതർ തന്നെ ആയിരുന്നു. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഉടനെ അടുത്ത ആൾ അവിടെ ഉണ്ട്. ടു ഗൈഡ് ദം റൈറ്റ്, ശരിയായ പാതയിലൂടെ അവരെ നയിക്കുന്നതിന് വേണ്ടിയാണ്. ഷോസ് ഹൗ മച്ച് ദേ വെയർ പീപ്പിൾ ഓണേഡ് ബൈ ഗോഡ്. ഇത് കാണിക്കുന്നത് എത്ര മനുഷ്യരെയാണ് അല്ലാഹു തആല ബഹുമാനിച്ചിട്ടുള്ളത്. ഹൗ മച്ച് ദേ വെയർ പീപ്പിൾ ഓണേഡ് ബൈ ഗോഡ്. ദൈവം
ഇത്തരത്തിലുള്ള വരദാനങ്ങൾ നൽകി അവരെ ആദരിച്ചിരിക്കുന്നു. ഓരോ നൂറ്റാണ്ടിലും അല്ലെങ്കിൽ ഓരോ പ്രവാചകന് ശേഷവും ഇത്തരത്തിലുള്ള ആളുകളെ വിടുകയും ആ ആളുകളെ സ്വീകരിക്കുകയും ചെയ്യുന്ന ആളുകളെയൊക്കെ അല്ലാഹു തആല ബഹുമാനിച്ചിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ഈ കാലഘട്ടത്തിൽ അല്ലാഹു തആല ഒരാളിനെ വിട്ടു, നമ്മുടെ നാട്ടിലോ വീട്ടിലോ പ്രദേശത്തോ രാജ്യത്തോ ഒന്നും ഉള്ളതല്ല, അങ്ങ് എവിടെയോ ഉള്ള എത്രയോ ദൂരങ്ങൾ കാതുകളപ്പുറത്ത് ഉള്ള ഒരാളെ വിട്ടു. അതിലൂടെ ഈ ദൈവത്തിൻ്റെ പേരും പറഞ്ഞാണ് ആ മനുഷ്യൻ വരുന്നതും നടക്കുന്നതും. അപ്പോൾ അങ്ങനെ നമ്മളത് സ്വീകരിക്കുകയാണെങ്കിൽ അതിലൂടെ നമ്മൾ ബഹുമാനിക്കപ്പെടുകയാണ്. ഞാൻ നിയോഗിച്ച എൻ്റെ നിയോഗിതനെ അവർ തിരിച്ചറിയുകയും അവർ ആദരിക്കുകയും ചെയ്തു എന്നുള്ള കാരണം. ടു ബെനിഫിറ്റ് സച്ച് സ്പിരിച്വൽ ഗിഫ്റ്റ്സ്, ഇത്തരം ആത്മീയ വരദാനങ്ങളിലൂടെ അവർക്ക് പ്രയോജനങ്ങൾ ഉണ്ടായിത്തീരുന്നതിന് വേണ്ടിയാണ് ഇത്തരം നിയോഗിതരെ അവൻ നിയോഗിക്കുന്നത്. ബട്ട് അലാസ്, അത്ഭുതമെന്ന് പറയട്ടെ, ദേ പ്രിഫർ ടു ടേൺ ദെയർ ബാക്സ്, എന്നാൽ അവരിൽ നിന്നും പിന്തിരിഞ്ഞു പോകാനാണ് അവർ മുൻഗണന കൊടുക്കുന്നത്. ദേ പ്രിഫേർഡ്, അവർ പ്രിഫർ ചെയ്യുന്നത്, അവർ മുൻഗണന കൊടുക്കുന്നത് ടു ടേൺ ദെയർ ബാക്സ്, അവരിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാനാണ്. ആൻഡ് ടു ക്രൈ ഔട്ട് ദെയർ ഹാർട്ട്സ്, എന്നിട്ട് അവർ പുലമ്പുന്നത് എന്താണ്, പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ ജൽപ്പിക്കുന്നത് എന്താണ്? ടു ക്രൈ ഔട്ട് ദാറ്റ് ദെയർ ഹേർട്ട്സ് ആർ wrapped, അവരുടെ ഹൃദയം പൊതിഞ്ഞു പോയിരിക്കുന്നു, മൂടപ്പെട്ടിരിക്കുന്നു. ഇൻ കവേഴ്സ്, കവറിനകത്താക്കി മൂടിക്കെട്ടി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇയാൾ പറയുന്നതൊന്നും നമുക്ക് മനസ്സിലാവത്തില്ല എന്ന നിലയിലേക്ക് പോകുന്നു. ടു സച്ച് ആൻ എക്സ്റ്റെൻസ്, ആ നിലയിൽ ദാറ്റ് ദ ലൈറ്റ് ഓഫ് ട്രൂത്ത്, ഈ നിലയിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ സത്യത്തിൻ്റെ ആ പ്രകാശം, ദാറ്റ് ദ ലൈറ്റ് ഓഫ് ട്രൂത്ത്, ദ ലൈറ്റ് ഓഫ് ദ ഡിവൈൻ മെസ്സേജ്, ദൈവിക വെളിപാടിൻ്റെ പ്രകാശം, ഡിഡ് നോട്ട് പെനിട്രേറ്റ് ദെയർ ഹാർട്ട്സ്, അവരുടെ ഹൃദയങ്ങളിലേക്ക് തുളച്ചു കയറുന്നില്ല. റെൻഡറിങ് ദം വേഴ്സ്റ്റ് ദാൻ അനിമൽസ്, ഇപ്പോൾ മൃഗത്തിൻ്റെ അടുത്ത് ചെന്ന് നമ്മൾ കുറച്ച് ഗിരിപ്രഭാഷണം നടത്തുന്ന പോലെ പ്രഭാഷണം നടത്തി, അതിനെന്തോ മനസ്സിലാവാനാണ്, അത് വീണ്ടും തിന്നുകയോ കുടിക്കുകയോ അതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിന് തോന്നുന്ന വഴി പോവുകയോ ചെയ്യും. ഇതുപോലെ ഈ പ്രകാശം അവരുടെ ഹൃദയങ്ങളിലേക്ക്, ഈ ദൈവിക സന്ദേശം, ദ ഡിവൈൻ മെസ്സേജ് ഡിഡ് നോട്ട് പെനിട്രേറ്റ് ദെയർ ഹാർട്ട്സ്, അവരുടെ ഹൃദയങ്ങളിലേക്ക് തുളച്ചു കയറാത്തത് മൂലം റെൻഡറിങ് ദം വേഴ്സ്റ്റ് ദാൻ അനിമൽസ്, മൃഗങ്ങളോട് ഭാഷയിൽ സംസാരിക്കുമ്പോൾ അവരെന്ത് മനസ്സിലാക്കാനാണ്? അതിനേക്കാൾ മോശമായ പ്രതികരണം മാത്രമായിരിക്കും ഇവരിൽ നിന്ന് ഉണ്ടാകുന്നത്. കാരണം അവരുടെ ഹൃദയങ്ങളിലേക്ക് ഇത് കടന്നു ചെല്ലുന്നില്ല. അതുകൊണ്ടാണ് അവർ പറയുന്നത് വഖാലു ഖുലൂബുനാ ഗുൽഫുൻ, ഞങ്ങളുടെ ഹൃദയങ്ങൾ മൂടപ്പെട്ടിരിക്കുകയാണ്. വല്ലഅനഹുമുല്ലാഹു ബികുഫ്രിഹിം, അവിടെ ആ നിഷേധം കൊണ്ടാണ് അവർക്ക് ഈ ശാപം അല്ലാഹു തആല നൽകിയിരിക്കുന്നത്. ഫഖലീലൻ മാ യുമിനൂൻ, വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് അവരിൽ നിന്നും വിശ്വാസം കൈക്കൊള്ളുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വചനത്തിന് നൽകിയ മനോഹരമായ വിശദീകരണം ഇവിടെ അവസാനിപ്പിക്കട്ടെ. നാളത്തെ പ്രഭാതത്തിൽ, അതായത് നാളെ റമദാൻ 18, ഇന്ന് 17, നാളത്തെ പ്രഭാതത്തിൽ അള്ളാഹു തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ സൂറ ബഖറയിലെ 90-ാമത്തെ വചനവുമായി നിങ്ങളുടെ മുമ്പിൽ ഈ വിനീത സഹോദരൻ എത്തുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ റമദാനിൽ ദാനധർമ്മങ്ങൾ അധികരിപ്പിക്കുവാനും വിശുദ്ധ ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കുവാനും അതിലൂടെ പറയപ്പെടുന്ന കാര്യങ്ങൾ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുവാനും, ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് പള്ളികളിലൊക്കെ ആളുകളിരുന്ന് ഇങ്ങനെ ഖുർആൻ രാപകലില്ലാതെ ഓതിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ പറയുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് അവർ അറിയുന്നില്ല എങ്കിൽ, അതനുസരിച്ച് അവർ പ്രവർത്തിക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ ഈ അധരവ്യായാമത്തിൽ എന്തിരിക്കുന്നു എന്ന് അള്ളാഹുവിന് മാത്രം അറിയാവുന്ന കാര്യങ്ങളാണ്. നിങ്ങളുടെ അനാഥരായ ആളുകളെയും അതുപോലെ സാമ്പത്തിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെയും ബുദ്ധിമുട്ടുന്നവരെയും മിസ്കിന്മാരെയും ഫക്കീർമാരെയും ഒക്കെ വിഡോസിനെയൊക്കെ സഹായിക്കുകയും
കുട്ടികളുടെ പഠനത്തിന് സഹായിക്കുക, ഇങ്ങനെയൊക്കെയുള്ള സാമൂഹ്യ സേവനങ്ങൾ ഒരുപാട് ചെയ്യുവാൻ കൽപ്പിക്കുന്ന വിശുദ്ധ ഖുർആൻ്റെ ആ കൽപ്പനകളൊന്നും നിറവേറ്റാതെ നമ്മൾ പള്ളികളുടെ മൂലകളിൽ ഒതുങ്ങിക്കൂടുന്നതിനപ്പുറത്തേക്കുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാനും ചിന്തിക്കുവാനുമുണ്ട്. അതനുസരിച്ച് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ഏത് രീതിയിലുള്ള ഭക്ഷണമോ കഴിക്കുന്നത്, ഇതുപോലെ കഴിക്കാനൊക്കാത്ത അനേകായിരങ്ങൾ ഈ ഭൂമുഖത്തുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു വിഹിതം മാറ്റിവെച്ച് ദാനധർമ്മങ്ങളും മറ്റും ചെയ്യുവാനുള്ള പ്രചോദനം ഉണ്ടായി. 17 കഴിഞ്ഞിട്ടും നമ്മുടെ ജമാഅത്തിൽ നിന്നും അത്തരം ഒരു കോർഡിനേഷൻ ഉണ്ടായിട്ടില്ല എന്നുള്ളത് സന്തോഷം പകരുന്നതാണോ സങ്കടം പകരുന്നതാണോ എന്ന് എനിക്കറിയില്ല. അല്ലാഹു തആല അവൻ്റെ പരിശുദ്ധമായ കലാമിലൂടെ വെളിവാക്കപ്പെടുന്ന, നൂറ്റാണ്ടുകളിലൂടെ വെളിവാക്കപ്പെടുന്ന ഈ പ്രകാശധാരയിലൂടെ നമ്മുടെ ജീവിതം നയിക്കുവാനും അങ്ങനെ ഐക്യലോകവും പാരത്രിക ലോകവും പ്രകാശമാനമായി തീരുന്നതിനും അള്ളാഹുവിൻ്റെ സംതൃപ്തി കരസ്ഥമാക്കുന്നതിനുള്ള തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജസാക്കുമുല്ലാഹി ഹുസ്നൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.